ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. പുതിയ വെച്ചാൽ രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോ. അത് ഞാനിപ്പോഴാണ് ഇതൊന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായി, കുട്ടികളും രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ എഴുന്നേൽപ്പിച്ചു, പിന്നെ മോനെ എഴുന്നേൽപ്പിച്ചു, പിന്നെ ഉമ്മയുണ്ടായി കേട്ടോ. ഭർത്താവിൻ്റെ ഉമ്മ കൂടെ ഉണ്ടായി. അപ്പോൾ ഒരു 4:30 മണിയായപ്പോൾ, 4:30ക്കും നല്ല ബസ് ശരിക്കും പറഞ്ഞാൽ 6:30ക്കാണ്. പക്ഷെ അപ്പോഴേ എണീച്ചിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറയാലോ, ഈ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് പ്ലാനോട് കൂടി പോയതായിരുന്നു സംഭവം. വീഡിയോസ് അങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം, അങ്ങനെ ഒരുപാട് പ്ലാനൊക്കെ എൻ്റെ മനസ്സിലുണ്ടായി. പക്ഷേ ഇതൊന്നും നടന്നിട്ടില്ല. ഞാൻ വിചാരിച്ച പോലെയല്ല ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പിന്നെ വീഡിയോസും ഞാൻ പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. കാരണം തിരിച്ച് വരുമ്പോൾ എനിക്ക് ബോധമില്ലായിരുന്നു. സത്യം പറയാൻ എനിക്ക് ബോധമില്ലായിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു തിരിച്ച് വരുന്ന സമയത്ത് കേട്ടോ. തിരിച്ച് വരിക വെച്ചാൽ അവിടെ എത്തി, ഒരു 11 മണിക്ക് അവിടെ എത്തി, ഭക്ഷണം കഴിച്ച്, പിന്നെ ഒരു കുറച്ച് സമയം, ഒരു 1:30 അങ്ങനെയൊക്കെ ആയ സമയത്ത് എനിക്ക് അങ്ങ് തുടങ്ങിയില്ലേ വയ്യായിക. പിന്നെ എനിക്ക് ചിന്ത ഒന്ന് മാത്രമായി, എങ്ങനെ തിരിച്ച് ഞാൻ വയനാട്ടിലേക്ക് എത്തും, ചില്ലറ ദൂരമുള്ളത് ഞാൻ എങ്ങനെ തിരിച്ചെത്തും അവിടത്തേക്ക്. അങ്ങനെയായി എൻ്റെ മനസ്സ് മുഴുവൻ ചിന്ത. കാരണം ഇത്രയും ദൂരം ഞാൻ ഒരിക്കൽ വിചാരിച്ചു എൻ്റെ ബോധം പോയെങ്കിൽ, കാരണം ബോധം പോയി ഞാനത് അറിയാതെ ഞാൻ അവിടെ എത്തിപ്പോവല്ലോ എന്നുള്ളത്. അങ്ങനെ വന്നിട്ട് എന്താ പറയുക, രാവിലെ ആയത് കാരണം നല്ല വെയിലും കുറച്ച് ചെറിയൊരു വെയിലൊക്കെ കിട്ടിട്ടോ. പക്ഷെ നല്ല തണുപ്പുണ്ടായി കേട്ടോ. എന്നാലും എന്താ പറയണ്ട, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു സുഖമുള്ളൊരു യാത്ര എന്ന് പറയുക. KSRTC ബസ്സിന് ഫ്രീ അല്ലേ. ആ ഒരു എടുത്തുചാട്ടത്തിന് പോയതാ മക്കളെ. ഇതിങ്ങനത്തെ ഒരു പൊല്ലാപ്പാവും പുലിവാലാവും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ KSRTC ബസ്സിന് ഇപ്പോൾ ഫ്രീ ആണ് യാത്ര. പിന്നെ എന്താ, ഇത് ഉപയോഗിക്കുന്നവർക്കെല്ലാം ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പെണ്ണുങ്ങളെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യണം. എന്താ വെച്ചാൽ, പിന്നെ എന്നെപ്പോലെ ഒമിറ്റ് ചെയ്യാത്ത ഒരാൾക്ക് ഇത് നല്ലൊരവസരമാണ്. കാരണം നമ്മൾ ദൂരെ പോവാൻ വരാം, ഒമിറ്റ് ചെയ്യാത്ത, അതായത് ക്ഷീണം, തളർച്ച ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ നല്ല സുഖം, നല്ലൊരു ഏർപ്പാടാണിത്. എന്താ വെച്ചാൽ, പിന്നെ എവിടെ വേണമെങ്കിലും കുട്ടികളെയും കൊണ്ട് പോവുകയൊക്കെ ചെയ്യാമല്ലോ. കുട്ടികളെന്നിട്ട് എൻ്റെ കുട്ടികളെ വെച്ചിട്ട് കുട്ടികൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് മൊത്തത്തിൽ പ്രശ്നം എന്താ വെച്ചാൽ, എന്താ പറയേണ്ട, എനിക്ക് ആ ഒരു അവസ്ഥ അന്നത്തെ, ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഒരു 2 ദിവസം കഴിഞ്ഞാണ്. എന്താ വെച്ചാൽ, ഈ വീഡിയോ അന്ന് ഇടാനും ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ കോഴിക്കോട് പോയിട്ട് അവിടെ നിന്നൊരു ലൈവ് ഇടണം, അങ്ങനെ അങ്ങനെ ഒരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുക്കണം, ഇങ്ങനെ വീഡിയോ എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം, അതിങ്ങനെ ചെയ്യണം. ഷോർട്ട് വീഡിയോസ് കുറച്ച് എടുക്കണം. ഞാൻ ഷോർട്ട് വീഡിയോസ് കുറച്ച് എടുത്തിട്ടുണ്ടായി. പക്ഷെ അത് ചിലത് ഞാൻ അപ്പം തന്നെ യൂട്യൂബിലേക്ക് ഇട്ടിട്ടുണ്ടായി. പക്ഷേ ലോങ് വീഡിയോസ് പിന്നെ നമ്മൾ കാര്യം പോലെ എഡിറ്റ് ചെയ്ത് അങ്ങനെ കഴിഞ്ഞ് ടൈം എടുക്കുമല്ലോ, വോയിസ് കൊടുക്കണം, അങ്ങനെ കുറേ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചില പ്ലാനോട് കൂടി ഞാൻ പോയിട്ട് ഒരു പ്ലാനും ഇല്ലാതെയാണ് സത്യം പറയാതെ ഈ വീഡിയോ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ ചെയ്ത പ്ലാനിൻ്റെ കാൽഭാഗം പോലും ഇതിലില്ല. അങ്ങനത്തെ ഒരു വീഡിയോ ആണിത്. കുഴപ്പമില്ല, എന്നാലും കുറേ സ്ഥലങ്ങൾ പോകുന്ന സമയത്ത് കുറേ സ്ഥലങ്ങൾ കിട്ടിയിട്ടോ. തിരിച്ച് വരുമ്പോഴാണ് സംഭവം ഞാൻ തീർത്തും വെട്ടിയിട്ട വാഴ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ അവസ്ഥ ഞാനായിട്ടുണ്ടായി. തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് ഒരു ബോധമില്ല. ലാസ്റ്റ് ബസ് ഇറങ്ങുന്ന സമയത്ത് ഡ്രൈവർ ചോദിക്കും, എന്നാൽ ഞമ്മക്ക് നാളെ തിരുവനന്തപുരം പോയാലോ. എൻ്റെ പടച്ചോനെ, എനിക്ക് എന്താ പറയണ്ട, എനിക്ക് പറയാൻ വാക്കുകളില്ല. എൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ ചിരി വരികയാണ്. കാരണം ഞാൻ 2 ദിവസത്തിന് ശേഷം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് എൻ്റെ അന്നത്തെ ആ ഒരു അവസ്ഥ ഓർമ്മ വരിക. അപ്പം എനിക്ക് ചിരിയാണ് വരുന്നത്, സത്യം പറയാമല്ലോ, ചിരിയാണ് വരുന്നത്. പക്ഷെ ഞാൻ കരഞ്ഞ് പോയിട്ടുണ്ടായി. അങ്ങനത്തെ ഒരു തളർന്നിട്ട് എനിക്ക് വീടിൻ്റെ മുന്നിൽ ബസ് നിർത്തിയപ്പില്ല. എനിക്ക് ബസ് എഴുന്നേക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് പറ്റണ്ടേ. ഒരിടത്ത് ചാട്ടം, ഫ്രീ ടിക്കറ്റ് എൻ്റെ ജീവിതം ഇങ്ങനെ മാറ്റി മറിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരവസ്ഥ ഇപ്പോൾ എനിക്ക് ഫുൾ വീഡിയോസ് കാണാൻ രസമുണ്ട് കേട്ടോ. കാണാൻ നമ്മൾ ഫുള്ള് കണ്ടോക്കെ. പിന്നെ നമ്മൾ വയനാട്ടിൽ കടലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കാണാൻ നമുക്കൊരു വലിയൊരു അത്ഭുതമല്ലേ. അപ്പം അങ്ങനെ പോകുന്നതാണ്. പിന്നെ കുട്ടികളെയും കൂട്ടിയിട്ട് പോയി. കുട്ടികൾക്ക് ഒരു സന്തോഷം. മോനിക്ക് ടിക്കറ്റ് എടുക്കും കേട്ടോ. മോനിക്ക് നമ്മളെ അടുത്തുനിന്ന് കോഴിക്കോടേക്ക് 140 രൂപ അവന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ ബീച്ചിലൊക്കെ എത്തിയതൊക്കെ. ബീച്ച് കുഴപ്പമില്ല, ഇഷ്ടം പോലെ ആളുണ്ടായി. എനിക്ക് തോന്നുന്ന ഫ്രീ ആയത് കാരണമാണോ സ്ത്രീകൾ ഇത്രയും കൂടുതലുണ്ടായെന്ന് എനിക്കൊരു ഡൗട്ട്. അത്രയും ആൾക്കാരുണ്ടെന്നേ. വെയിലിൻ്റെ സമയം, എന്നാലും ചെറിയ മക്കളെയും കൊണ്ട് ആരും വരാത്തില്ല കേട്ടോ. എന്തായാലും ഞാൻ സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഫുൾ വീഡിയോ കാണാം കേട്ടോ.
ഇത് വന്നിട്ട് വൊമിറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് നല്ലൊരു അവസരമാണ്. എന്തായാലും പോവാം, നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണുക. എന്താ വെച്ചാൽ ഇനി ഇങ്ങനൊരു അവസരം ഉണ്ടാവും തോന്നില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എത്ര ആൾ പോയത്? 1 2 3 4 4 പെണ്ണുങ്ങളുണ്ടായി കേട്ടോ. ഈ 4 പെണ്ണുങ്ങൾക്ക് പൈസ എത്രയായി? ടിക്കറ്റ് തന്നെ നല്ലൊരു 1000 രൂപേൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആയിട്ടുണ്ട് എന്നുള്ളത്. ശരിക്കും അത് നമ്മൾ ചിലവിനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ പൈസ എടുത്തിട്ടുണ്ട്. അവിടെ പിന്നെ നമ്മളെ വയനാട്ടിലേക്കാട്ടി ഫുഡിന് ഭയങ്കര വിലയാണ് കേട്ടോ. ഇത് ഞാൻ തിരിച്ച് വരുമ്പോഴുള്ള വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ അവിടെ കുറേ സ്ഥലമുണ്ടായി കാണാനും വീഡിയോസ് എടുക്കാനും ഒരുപാട് സ്ഥലമുണ്ടായി. പക്ഷെ എന്താ ചെയ്യുക, എനിക്ക് പറ്റിയിട്ടില്ല.